അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ്. കർക്കിടക മാസമല്ലേ, അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തരും കഴിക്കേണ്ടതായ അല്ലെങ്കിൽ കുടിക്കേണ്ടതായ ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ ഉലുവ പിഴിഞ്ഞത് അല്ലെങ്കിൽ ഉലുവ ഞെരടിയത് അല്ലെ ഉലുവ പാല്, അങ്ങനെ എന്ത് പേരിലും വിളിക്കാം. ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്നത് ഉലുവ പാലെന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കർക്കിടകത്തിൽ നമ്മുടെ ആരോഗ്യം ഒന്ന് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് നടുവേദന ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമുക്ക് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്ക് അതൊക്കെ ഒന്ന് കുറവ് കിട്ടും. എല്ലാം കൊണ്ടും നല്ല ഉത്തമമായ ഒരു പാനീയമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ദാണ്ട നമ്മളൊരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ ഉലുവയാണ് എടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ഉലുവ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരു 5-8 അംഗങ്ങൾക്ക് കുടിക്കാനുള്ള ഉലുവ പാല് കിട്ടുന്നതാണ്. അപ്പം നമ്മുടെ വീഡിയോ ഒരു അല്പം ലെങ്തിയാണ്. നിങ്ങൾ വിശദമായിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. മറ്റാരും പറഞ്ഞു തരാത്ത ഒത്തിരി കാര്യങ്ങൾ ഉലുവ വെള്ളം കുടിക്കുമ്പോഴും ഉലുവ പാല് കുടിക്കുമ്പോഴും ഒക്കെ ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം അതെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ആ എടുത്ത 3 ടേബിൾ സ്പൂൺ ഉലുവ നന്നായിട്ട് ഒരു 3-4 വെള്ളത്തിലൊന്ന് കഴുകിയതിന് ശേഷം നിറയെ വെള്ളം ഒഴിച്ചിട്ട്, അതായത് ഒന്ന് കുതിർന്ന് കിട്ടണം, അതിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ വെക്കുക. ഇപ്പോൾ ഓവർനൈറ്റ് വെക്കുകയാണെന്ന് വരിയിൽ രാവിലെ എടുത്തിട്ട് അങ്ങനെ ചെയ്താൽ മതി. അപ്പം ഞാനിപ്പോൾ ഇത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് രാത്രി വെള്ളത്തിലിട്ടിട്ട് രാവിലെയാണ് എടുക്കുന്നത്. പക്ഷേ ഞാനിത് കുടിക്കുന്നത് രാത്രിയിലേ കുടിക്കത്തുള്ളൂ. അതൊക്കെ അതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ അതാ നമ്മൾ പിറ്റേന്ന് രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ അത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഉലുവ ആയതുകൊണ്ട് തന്നെ ഒരു വഴുവഴുപ്പുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് ഞെരടിയപ്പോൾ അങ്ങ് തെറിച്ചൊക്കെ പോയത്. കണ്ടോ, നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. നമ്മൾ ഈ വെള്ളം കളയരുത് കേട്ടോ. ഈ വെള്ളത്തിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇവിടെ ഞാൻ ഒരു തേങ്ങ ഫുള്ളും എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു വലിപ്പമുള്ള തേങ്ങയാണ്. തേങ്ങാപ്പാൽ എത്ര ചേർക്കുന്നോ അത്രയ്ക്കും രുചിയാണ്. നമുക്ക് ഒരുപാട് കയ്പോ മറ്റുള്ളതോ ഒന്നും അനുഭവപ്പെടാതെ നന്നായിട്ട് നമുക്ക് കുടിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തേങ്ങ ഒന്ന് 1-ാം പാലും 2-ാം പാലും 3-ാം പാലും ഒക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചൂടുവെള്ളമാണ്, ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ച് അരച്ചെടുക്കുന്നത്. അപ്പം നമ്മുടെ ഉലുവ ഞാനൊന്ന് വേവിച്ചെടുക്കാൻ പോവാണേ. ഉലുവ നമ്മൾ നല്ലതുപോലെ ഓവർനൈറ്റ് ഇന്നലെ രാത്രിയിൽ ഞാൻ വെള്ളത്തിലിട്ടതാണേ. അപ്പോൾ രാവിലെ ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രയും സമയം കൊണ്ട് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ആ വെള്ളം നമ്മൾ കളയരുത്. ഉലുവ കുതിർക്കുന്നത് 3-4 വെള്ളത്തിൽ കഴുകിയതിന് ശേഷം നികക്ക വെള്ളം ഒഴിച്ച് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ കുതിരുന്ന വെള്ളം നമ്മൾ കളയരുത്. പിന്നെ 1-ാം പാല് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു തേങ്ങ എടുത്താണ്. തേങ്ങാപ്പാൽ നമ്മൾ എത്രയും ചേർക്കുന്നു അത്രയും ടേസ്റ്റാണ് നമ്മുടെ ഉലുവ ഞെരടിയത്, അല്ലെങ്കിൽ ഈ ഉലുവ ഇങ്ങനെ ചെയ്യുന്നത്, ഞെരടി പിഴിഞ്ഞതിന് കേട്ടോ. അപ്പോൾ 1-ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ആരും അങ്ങനെ 3-ാം പാല് ചേർക്കാറില്ല. പക്ഷേ ഞാനിവിടെ 3-ാം പാലും എടുത്തിട്ടുണ്ട്. 3-ാം പാലിലാണ് നമ്മൾ ഈ ഉലുവ വേവിച്ചെടുക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ 1-ാം പാലും 2-ാം പാലും അങ്ങോട്ട് മാറ്റി വയ്ക്കുക. 3-ാം പാലെടുക്കുക. നമ്മുടെ ഉലുവ കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവ ഞാനൊരു കുക്കറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഉണ്ടാകും ബാക്കി പോരാത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നമ്മൾ ഒഴിക്കണ്ട, നമ്മുടെ ആവശ്യത്തിന് മാത്രം 3-ാം പാലിൽ നിന്നും കുറച്ച് വെള്ളം ഞാൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചാൽ മതി. ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ. ഒരു 4 വിസിൽ 5 വിസിൽ ഓരോരുത്തരുടെയും കുക്കറിൻ്റെയും ഫ്ലെയിമിൻ്റെയും ഒക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 സ്പൂണ്, നമ്മളിനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെതാ ഒരു ചെറിയ സ്പൂണ് നല്ല ജീരകം, ഒരു 1/2 സ്പൂണ് കുരുമുളക്, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, 5-6 നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാൻ. ഞാനൊരു 10 അല്ലിയോളം ഇട്ടിട്ടുണ്ട്. അതിന് കാരണമുണ്ട്, പറഞ്ഞു തരാം. നമ്മുടെ ഈ ചേർക്കുന്ന 3 സംഭവങ്ങളും ദഹനത്തെ സഹായിക്കുന്ന സംഭവമാണ്. ഉലുവ എന്ന് പറയുമ്പോൾ നമ്മുടെ ദഹനം ഒന്ന് മന്ദഗതിയിലാക്കുന്നതാണ്. അത് വിശദമായിട്ട് ഞാൻ മുന്നോട്ട് പോകും തോറും പറഞ്ഞു തരാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നല്ല ജീരകവും കുരുമുളകും വെളുത്തുള്ളിയും ചേർക്കുന്നത്. വെളുത്തുള്ളി അങ്ങനെ ആരും ചേർക്കാറില്ല, പക്ഷേ ഞങ്ങൾക്ക് തരുന്നത് ഇങ്ങനെയാണ്. 3-4 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്തിട്ടേ ഞങ്ങൾക്ക് ഇത് റെഡിയാക്കി തരത്തുള്ളൂ. അതും പ്രത്യേകിച്ച് നമ്മൾ രാത്രിയിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ ഉലുവ വെള്ളമായാലും ഉലുവ ഞെരടിപ്പിഴിഞ്ഞതായാലും തരത്തുള്ളൂ. കാരണം ദഹന പ്രശ്നം ഉണ്ടാകും. ഉലുവ വെള്ളമായാലും ഉലുവ ആയാലും നമുക്ക് ദഹനത്തിൻ്റെ വയറ് കമ്പിക്കും. അപ്പം അതങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് കുരുമുളകും വെളുത്തുള്ളിയും
നല്ല ജീരകവും കൂടി ചേർക്കുന്നതും അതേപോലെ തന്നെ രാത്രിയിൽ അത്താഴം കഴിക്കാതെ ഇത് തരത്തുള്ളൂ. കാരണം രാത്രിയിൽ ഇത് കഴിക്കുമ്പോൾ നമ്മൾ അതിന് പുറത്ത് വേറെ ഫുഡൊന്നും കഴിക്കുന്നില്ല, അപ്പോൾ ദഹന പ്രശ്നം ഉണ്ടാകുന്നില്ല, ഉറങ്ങുകയല്ലേ. ചിലർക്ക് വയറിന് പ്രശ്നം ഉണ്ടാകത്തില്ലേ, എങ്ങനെ ലൂസ് മോഷനായിട്ടൊക്കെ പോകത്തില്ലേ, അങ്ങനെ ഒന്നും ആവാതിരിക്കാനാണ് നമുക്കിത് രാത്രിയിൽ തരുന്നത്. ഞങ്ങളും ഇപ്പോൾ ഇത് രാത്രിയിലേ കുടിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടത് അതിലേക്ക് ഒരു അല്പം ഉപ്പ് ഇത് ഇത്രയും ചേർത്തിട്ട് നമ്മളിത് വേവിക്കാൻ പോവുകയാണേ, നല്ലതുപോലെ വേവിക്കാൻ പോവുകയാണേ. മഞ്ഞൾപ്പൊടി ഒരല്പം കുറവുണ്ടെന്ന് തോന്നുന്നു, ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇടുവാണ് കേട്ടോ. അപ്പോൾ ഞാനിത് അടുപ്പിലേക്ക് വെക്കാൻ പോവുകയാണ്. നമ്മൾ തേങ്ങാപ്പാലിൽ ഇത് വേവിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്, ഇത് കുടിക്കാൻ ഒട്ടും കയ്പും തോന്നത്തില്ല. ഓക്കെ, ഞാൻ ഈ പറയുന്ന രൂപത്തിലൊന്ന് ചെയ്ത് നോക്കണം, അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മുടെ ഉലുവ വേവിക്കാനായിട്ട് കുക്കറിൽ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഒരു 4 or 5 വിസിലടിക്കുക. അവരവരുടെ കുക്കറിൻ്റെയും ഫ്ലെയിമിൻ്റെയും അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ വേവ്. ഞാനൊരു 5 അടി അടിക്കുന്നുണ്ട് കേട്ടോ. സ്റ്റീലിൻ്റെ കുക്കറാണെന്നാലും 5 അടി. അതിന് ഒക്കെ വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ടേ. ഉലുവാട മുകളിലും കുറച്ചും കൂടെ മേളോട്ട് പൊന്തി നിൽക്കത്തക്ക നിലയ്ക്കാണ് ഞാൻ കാണിച്ചു തരാം. തീരെ അങ്ങ് നെകക്കയല്ല, കുറച്ചും കൂടെ ഞാൻ 3-ാം പാല് നല്ലതായിട്ട് ഒഴിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ 4-5 അടി അടിക്കുമ്പോഴത്തേക്ക് വെള്ളമില്ലാതെ കരിഞ്ഞു പോകരുത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്ന് ഒന്ന് 4-5 അടി അടിച്ച് വേവട്ടെ. അപ്പോഴേക്കും നമുക്കിനി വേറൊരു സംഭവം ശരിയാക്കാനുണ്ട്. ഇത് കരിപ്പട്ടിയാണ്. നിങ്ങൾ എപ്പോഴായാലും ആയുർവേദ മരുന്നുകൾ എന്ത് ചെയ്താലും കരിപ്പട്ടിയിലേ ചെയ്യാവൂ. ശർക്കര എടുക്കരുത്, ശർക്കരയ്ക്ക് ഗുണമില്ല. നമ്മളിപ്പോൾ ഒരു ഫലത്തിന് വേണ്ടിയിട്ടല്ലേ അത് ചെയ്യുന്നത്. അപ്പോൾ അത് വെറുതെ ശർക്കരയോ ശർക്കരയോ ഒക്കെ ചേർത്താൽ അതിൻ്റെ ഫലം കിട്ടത്തില്ല നമുക്ക്. കരിപ്പട്ടിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും ആരോഗ്യത്തിന് നല്ലത്. അതുകൊണ്ട് തന്നെ ഞാൻ 400 ഗ്രാമാണിത് കണ്ട, 400 ഗ്രാമിൻ്റെ ഒരു കരിപ്പട്ടി എടുത്തിട്ടുണ്ട്. ഇതിലൊരല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഞാൻ ഉരുക്കിയെടുക്കാൻ പോവുകയാണേ. ഇങ്ങനെ തന്നെ വെച്ചിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക, ഇല്ലെങ്കിൽ ഇത് പൊട്ടത്തില്ല. എന്താ അവനെ ഇടിച്ച് പഞ്ചറാക്കി എടുത്തിട്ട് ഇനി നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടൊന്ന് ഉരുക്കിയെടുക്കാൻ പോവുകയാണേ. ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. കരിപ്പട്ടി കണ്ട ഞാനൊന്ന് പൊട്ടിച്ചിട്ടിട്ട് 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഉരുക്കിയെടുത്താൽ മതി. കാരണം നമുക്ക് തേങ്ങാപ്പാൽ 3-ാം പാലും 2-ാം പാലും ഒക്കെ ഇരിപ്പുള്ളത് കൊണ്ട് നമ്മൾ കരിപ്പട്ടിയിൽ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഇത് വെള്ളമാക്കി എടുക്കണ്ട കേട്ടോ. നമുക്ക് ഇത് അതിലേക്ക് ഉരുക്കി ഒഴിക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളമാവും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഉരുക്കിയെടുക്കട്ടെ. നമ്മുടെ കരിപ്പട്ടി ഉരുക്കിക്കൊണ്ടിരിക്കുകയാണേ. കരിപ്പട്ടിയിലുള്ള അഴുക്കും പതയും കല്ലും മണ്ണും എല്ലാം അരിച്ച് കളഞ്ഞിട്ടേ നമ്മൾ എടുക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ പതയെല്ലാം അതിൻ്റെ അഴുക്കാണ്, അതെല്ലാം വെട്ടിക്കളയണം നമുക്ക്. വേണ്ടതാ, ഞാൻ കരിപ്പട്ടി കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. കാരണം നമുക്ക് കണ്ടോ നമ്മുടെ കരിപ്പട്ടി ഉരുകി വന്നപ്പോൾ ഉള്ള കളറ് കണ്ട, അഴുക്കൊക്കെ വെട്ടിക്കളഞ്ഞ് സുന്ദര കുട്ടപ്പനാക്കി നമ്മൾ എടുക്കും. കണ്ടോ, തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ പതയൊക്കെ എടുത്ത് കളയും കേട്ടോ. നമ്മൾ ലേഹ്യത്തിനുണ്ടാക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ പത വെട്ടിക്കളയുന്നത്, അതുപോലെ തന്നെ കരിപ്പട്ടിയെല്ലാം ഉരുക്കിയതാ അതിൻ്റെ മുകളിലത്തെ ഈ പാട കണ്ട, ഈ അഴുക്കെല്ലാം കോരി മാറ്റിയിട്ട് നമ്മൾ എടുക്കാൻ പോവുക കേട്ടോ. ഇതെല്ലാം ഇങ്ങോട്ട് കോരി മാറ്റിയിട്ട് നമ്മളിതൊന്ന് കണ്ട, കരിപ്പട്ടിയിലുള്ള പതയും അഴുക്കും എല്ലാം നമ്മൾ വെട്ടി മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി, കുറച്ചേ ഉള്ളൂ കണ്ടോ. എന്നിട്ട് നമ്മൾ അരിച്ച് എല്ലാം എടുത്ത് വെക്കുകയാണ്. അപ്പോൾ അതാണ്ടതാ നോക്കിക്കേ കണ്ട, നല്ല കളറാണ് കരിപ്പട്ടിക്ക് കണ്ട. അപ്പോൾ കരിപ്പട്ടി തന്നെ ചേർത്താൽ ആരോഗ്യത്തിനും നല്ലതാണ്. അപ്പോൾ നമ്മൾ കരിപ്പട്ടിയെല്ലാം ഉരുക്കി അരിച്ചു മാറ്റി വെച്ചു. നമ്മുടെ 1-ാം പാല് നല്ല കുറുകുറാന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ വേവിക്കാൻ വെച്ചിട്ടുള്ള ഉലുവ എന്തായി എന്നൊന്ന് നോക്കാം. ഓക്കെ, നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വെന്തോ ആയി, അടിപൊളിയായിട്ടുണ്ടേ. നമ്മുടെ ഉലുവ 3-ാം പാലിൽ നല്ലതുപോലെ വെന്ത് എല്ലാം വെന്ത് വന്നിട്ടുണ്ട് കണ്ട. കട്ടിത്തരാം, കണ്ട നല്ല വെണ്ണ പോലെ ആയിട്ടുണ്ട്. നമ്മൾ ഈ 3-ാം പാലിലൊക്കെ വേവിക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് സാധാരണ ഉലുവ പിഴിഞ്ഞതൊക്കെ കുടിക്കുന്ന ആ ഒരു കയ്പോ മറ്റുള്ള ഒന്നും നമുക്ക് തോന്നത്തില്ല കേട്ടോ. ഇനി നമുക്കിവനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല സൂപ്പറായിട്ട് ഇതൊന്ന് അരച്ചെടുക്കട്ടെ. നമ്മുടെ വെളുത്തുള്ളിയൊക്കെ കണ്ട് നല്ല വെണ്ണ പോലെ വെന്ത് കണ്ടോ. നമുക്ക് ദഹന പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണേ.
ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ വേവിച്ചെടുത്ത ഉലുവ ഇതൊന്ന് അരച്ചെടുക്കാൻ പോവുക കേട്ടോ. അപ്പം നമ്മുടെ ഉലുവ മൂന്നാം പാല് കുറച്ചൊഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ. നല്ലതുപോലെ അരയ്ക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് ഫ്രൈ പാനിൻ്റെ അകത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ പാത്രത്തിലേക്ക് തട്ടിയിട്ട് രണ്ടാം പാൽ ഒഴിച്ചാൽ ഇത് ഇളക്കി ഇത് രണ്ടാം പാലുമായിട്ട് യോജിപ്പിച്ചെടുക്കാൻ കട്ടയായിട്ട് ബളബളാ കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ ഇത് ഫ്രൈ പാനിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് രണ്ടാം പാലും കൂടെ ഒഴിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് വരുമെന്നറിയാമോ? എക്സാമ്പിൾ കാണിച്ചു തരാം. അതുകൊണ്ടാണ് ഇത് ലൈവായിട്ട് നമ്മൾ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നമ്മുടെ ഓൾറെഡി നമ്മൾ രണ്ടാം പാലെടുത്ത് വെച്ചിരിക്കുമല്ലേ, നമ്മൾ ഫ്രൈ പാനിൻ്റെ അകത്തേക്ക് അല്ലെങ്കിൽ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഈ അരച്ച സാധനം നമ്മളൊന്ന് കലക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇത് കുറേ സമയം പിടിക്കും ഇതിൻ്റെ അകത്ത് കലങ്ങിക്കിട്ടാൻ. മനസ്സിലായി? ഇങ്ങനെയൊക്കെ കട്ടയായിട്ട് കിടന്ന് നമ്മളിങ്ങനെ ആക്കി ഒരുപാട് കഷ്ടപ്പെടണം, ഒത്തിരി സമയം വേണം അതിങ്ങനെ കലങ്ങിക്കിട്ടാൻ. മനസ്സിലായി? അതിന് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് കണ്ടോണം, എളുപ്പ വഴിയിലുള്ള സംഭവങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. നമ്മൾ പാത്രത്തിൽ ഈ അരച്ച സാധനം പിന്നെ ഫ്രൈ പാനിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് രണ്ടാം പാൽ ഒഴിച്ച് ഇങ്ങനെ ലൂസാക്കാൻ ശ്രമിച്ചാൽ നടക്കാത്തത് കൊണ്ട് ഞാൻ ചെയ്യുന്ന പണി, രണ്ടാം പാലങ്ങോട്ട് ഒഴിച്ചിട്ട് നമ്മൾ കുറച്ചൊഴിച്ച് കൊടുത്തിട്ട് ഇതങ്ങ് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എളുപ്പമാണ്, നമുക്ക് കുറേ സമയം ലാഭിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ കാണിച്ചല്ലോ, അല്ലാതെ ചെയ്താലുള്ള പണി ഇത് കണ്ടോ ഇങ്ങനെ കിടക്കും. ഇതിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഫ്രൈ പാനിൻ്റെ അകത്ത് ചൂടായി കുറേ സമയം കഴിഞ്ഞിട്ടേ നമുക്ക് ഇതൊന്ന് നല്ലതായിട്ട് മെൽറ്റായി കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും സമയം നമ്മൾ ഇളക്കി കൈയെടുക്കാതിരിക്കുന്നതിന് പകരം രണ്ടാം പാലും കൂടി ഈ അരച്ച ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് ഇനി നമ്മൾ നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാൻ പോവാണേ. അപ്പോൾ കുറേശ്ശെ രണ്ടാം പാലും മൂന്നാം പാല് ബാക്കിയിരിക്കുന്ന എല്ലാം ഒഴിച്ച് ഇത് നല്ലതുപോലെ അരച്ച് ലൂസാക്കി എടുത്തിട്ട് നമുക്ക് ഏത് പാത്രത്തിലേക്കാണോ നമ്മൾ ഒഴിക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിക്കുക. ഓക്കെ. അപ്പോൾ ഇതാ നമ്മുടെ അരച്ചെടുത്ത സംഭവം നമ്മൾ രണ്ടാം പാലിൻ്റെ അകത്ത് നന്നായിട്ട് അരച്ചെടുത്ത് കേട്ടോ. കാരണം നമ്മൾ അത്രയും കട്ടിക്ക് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് നമ്മൾ രണ്ടാമത് തേങ്ങാപ്പാൽ മിക്സ് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരുപാട് സമയം നമുക്ക് വേസ്റ്റായി പോകും. നമ്മുടെ ഇളക്കി ഊപ്പാട് വരും. അപ്പോൾ നമുക്കിത് ഇതും കൂടി ഒന്ന് ബാക്കിയിരിക്കുന്ന പാലും കൂടി വേണ്ട, രണ്ടാം പാലിന് കുറച്ചും കൂടിയുണ്ടേ. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് ഒഴിക്കുകയാണേ. നമ്മൾ തേങ്ങാപ്പാലൊക്കെ അരിച്ച് നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ ഏറ്റവും അടിയിലത്തെ ആ ഇതുണ്ടല്ലോ, കണ്ടോ, അതെടുക്കരുത്, അതങ്ങ് കളയണം. കണ്ടോ, അതിൻ്റെ മട്ടാണ് കണ്ടോ. ചിലർ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനോടങ്ങ് ഒഴിക്കുന്നത്, അങ്ങനെ ഒഴിക്കരുത്. ഇത് അഴുക്കാണ്, അതിൻ്റെ എന്താ പറയുന്നത്, തേങ്ങയുടെ അഴുക്കാണ്. അപ്പം ഇതും കൂടെ ഞാനൊന്ന് മിക്സി ഒന്ന് കഴുകി ഇതിലോട്ട് ഒഴിക്കട്ടെ ഈ പാല് വെച്ചിട്ട്. അപ്പോൾ അതാ നമ്മൾ ബാക്കി തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ഒന്ന് അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അടുപ്പിലേക്ക് വെച്ചിട്ട് പിന്നെ ഒന്ന് ചൂടാക്കാൻ പോവാം. ഇങ്ങനെ നമ്മൾ എടുത്തുകൊണ്ട് കണ്ടോ, എളുപ്പം ഇതിൻ്റെ അകത്ത് മിക്സായി കിട്ടിയത് കണ്ടോ. അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന്, തേങ്ങാപ്പാൽ തീർന്ന് അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണേ. അപ്പോൾ നമ്മൾ രണ്ടാം പാലും മൂന്നാം പാലും എല്ലാം ഒഴിച്ച് നല്ലതുപോലെ കണ്ടോ ഈ ഒരു പാകത്തിൽ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ മിക്കവരും മിക്സിയിൽ അടിച്ചതിന് ശേഷം രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് മണിക്കൂറുകളോളം ഇളക്കിയാണ് കട്ട ഉടയ്ക്കുന്നത്. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കണ്ട. അപ്പോൾ അങ്ങനെ ഒന്നാമത് ഉലുവയ്ക്ക് നല്ല വഴുവഴുപ്പാണ്, അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ കട്ടിയായിട്ട് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് രണ്ടാം പാലോ അല്ലെ മൂന്നാം പാലോ ഒക്കെ ഒഴിച്ചിട്ട് ഇത് ഇളക്കി കട്ട ഉടച്ച് വരുമ്പോൾ കൈത്തോളും നാശമാകും, കുറേ സമയം വെറുതെ പോകും.
തേങ്ങാപ്പാൽ നമ്മൾ ഏറെ ചേർക്കുന്നത് കൊണ്ട് തന്നെ കയ്പുണ്ടാകത്തില്ല. രണ്ടാമത് കുടിക്കാനും നല്ല. നമ്മുടെ വീട്ടിലുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ എല്ലാവർക്കും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വയസ്സായവർക്കും എല്ലാവർക്കും കുടിക്കാം ഇത് കേട്ടോ. അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് മാക്സിമം രാത്രിയിൽ കുടിക്കാനൊരുങ്ങുക. രാത്രിയിൽ ഇത് കുടിക്കുന്ന ദിവസം രാത്രിയിൽ അത്താഴം കഴിക്കരുത്. നമ്മൾ ഉലുവ വെള്ളം കുടിച്ചാലും ഉലുവ പിഴിഞ്ഞത് കുടിച്ചാലും അങ്ങനെയേ ചെയ്യാവൂ. കാരണം ഉലുവ വയറ് കമ്പിക്കുന്ന സാധനമാണ്, ദഹന പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ സന്ധ്യയ്ക്ക് മുമ്പ് എന്തെങ്കിലും കഴിക്കുക. അതിനുശേഷം കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഉലുവ വെള്ളമായാലും ഉലുവ പിഴിഞ്ഞതായാലും കുടിച്ചിട്ട് കിടക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറത്ത് ഫുഡൊന്നും കഴിക്കത്തില്ല, നമുക്ക് ദഹന പ്രശ്നം ഉണ്ടാകത്തില്ല. മനസ്സിലായോ? അപ്പം നമ്മളിതിൻ്റെ അകത്ത് അഥവാ ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ജീരകവും കുരുമുളകും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരല്പം ചുക്കുപൊടി കൂടി വേണമെങ്കിൽ ചേർക്കാം. ചുക്കുപൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് കഴിവതും രാത്രിയിൽ കുടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വയറിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല, നമ്മുടെ ശരീരത്ത് പിടിച്ചോളും. ചിലർക്കിത് ലൂസ് മോഷനൊക്കെ ആയിട്ട് ഇത് കുടിക്കുമ്പോൾ അതെന്താണെന്നറിയാമോ? ഇപ്പോൾ രാവിലെയോ ഉച്ചയ്ക്കോ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് ഫുഡും കഴിച്ച് വയറ് കമ്പിക്കും, ദഹനം നടക്കത്തില്ല. ഇത് ഉലുവ ദഹനം, അതായത് നമ്മുടെ വയറ് കമ്പിക്കുന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുക. രാത്രിയിൽ മാത്രം അത്താഴം കഴിക്കാതെ രാത്രിയിൽ ഇത് കുടിച്ചിട്ട് കിടക്കുക. ശരീരത്തിൽ പിടിക്കണമെങ്കിൽ അങ്ങനെ, ഞങ്ങൾക്കൊക്കെ അങ്ങനെയാണ് ചെയ്തത്, ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അറിയാവുന്ന ഒരു കാര്യം പറഞ്ഞു തന്നു എന്നേ ഉള്ളേ. അപ്പോൾ നമുക്കിതൊന്ന് നല്ലതുപോലെ പത വരുന്നത് അതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരയല്ല, നമ്മുടെ കരിപ്പട്ടി. ഓക്കെ, നന്നായിട്ട് തിളക്കട്ടെ. നല്ല പോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടേ. അതിൻ്റെ പച്ച ചൊവയൊക്കെ പോകണമെങ്കിൽ നന്നായിട്ട് പതഞ്ഞ് വരട്ടെ. ഇനി നമ്മളിതിലേക്ക് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് ഞാൻ എടുത്ത 400 ഗ്രാം, എടുത്ത് വെച്ച 400 ഗ്രാം ശർക്കര പിന്നെ കരിപ്പട്ടിയില്ലേ, ഞാനത് ഫുള്ളും അങ്ങ് ഒഴിക്കുക. കാരണം നമുക്ക് ഉലുവയാണ്, നല്ലതുപോലെ മധുരം വേണം. ഓക്കെ, അതങ്ങോട്ട് ഒഴിച്ചിട്ട് ഇളക്കുവാണേ. നല്ല പോലെ ഒന്ന് ഇതാവട്ടെ, തിളക്കട്ടെ. അപ്പോൾ അതാ നമ്മുടെ ഉലുവ പിഴിഞ്ഞത് റെഡിയായി വരുന്നു. പതയൊക്കെ ഒന്ന് അടങ്ങി. ഇനി നമ്മൾ ഇതിലേക്ക് 1-ാം പാൽ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുവാണേ. 1-ാം പാൽ ചേർത്താൽ തിളപ്പിക്കരുത്, നമ്മൾ പെട്ടെന്ന് തീയങ്ങ് ഓഫാക്കണം. ഞാൻ തീരെ കുറച്ച് വെച്ച് കേട്ടോ. നല്ല പോലെ പതയൊക്കെ ഒന്ന് അടങ്ങി റെഡിയായി വരുന്നു. ഞാനങ്ങ് തീയങ്ങ് ഓഫാക്കുകയാണ് കേട്ടോ. കാരണം നമുക്ക് 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന 1-ാം പാൽ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഒരു തേങ്ങയുടെ 1-ാം പാലും എടുത്തു, 2-ാം പാലും എടുത്തു, 3-ാം പാലും എടുത്തു. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ 1-ാം പാൽ എടുത്തത്. അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ്. നമ്മൾ ലാസ്റ്റ് വരുമ്പം ഒന്ന് അരിച്ചേ എടുക്കാവൂ. കണ്ട, അതിലുള്ള ആ വേസ്റ്റും കളയുക. എന്നിട്ട് നമ്മൾ ഞാനിത് അടുപ്പ് ഓഫാക്കിയിരിക്കട്ടെ. ഈ ചൂട് മതി. ഉണ്ടോ? നല്ല തേങ്ങാപ്പാൽ നമ്മൾ എത്രയും ചേർക്കുന്നോ അത്രയും ടേസ്റ്റാണ് കേട്ടോ. ഉലുവാണ്, നല്ല വഴുവഴുപ്പല്ലായിരുന്നു, അതെല്ലാം മാറിയതാ. നല്ല സൂപ്പർ സാധനമാണേ. നമ്മളിനി ഇതിലേക്ക് 1 സ്പൂണ് നെയ്യും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുവാണേ. ചുക്കുപൊടിയോ ഏലക്കാപ്പൊടിയോ ഒക്കെ വേണ്ടവർക്ക് ഇടാം. എനിക്കതിൻ്റെ ആവശ്യമില്ല. കാരണം ഇതിൻ്റെ അകത്ത് നല്ല ജീരകത്തിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്കത് മതി. നമ്മളതിലേക്ക് 1 സ്പൂണ് നെയ്യും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ. അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണേ. 1 സ്പൂണ് നെയ്യും കൂടി ഒഴിച്ചിട്ട് ഇളക്കി. ഇത്രയും ലൂസ് മതി കേട്ടോ. ഒത്തിരി കട്ടിയായാൽ നമുക്കിത് കുടിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇത്രയും ലൂസ് വേണേ. അതാണ് ഞാൻ കാണിച്ചു തരാം. ഒരുപാട് നമ്മൾ കട്ടിക്ക് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കണ്ടോ, ഞാൻ എടുത്ത ആ തേങ്ങയും ആ വെള്ളവും എല്ലാം കറക്റ്റായിരുന്നു. കരിപ്പട്ടി ഉരുക്കിയതും ഒക്കെ കറക്റ്റായിരുന്നു. കണ്ടോ, ഈ ഒരു പരുവത്തിനേ നമുക്ക് കുടിക്കാൻ പറ്റത്തുള്ളൂ. ഒത്തിരിയും കട്ടിക്കെടുത്താൽ കുടിക്കാനേ പറ്റത്തില്ല, ഇറങ്ങത്തില്ല, കയ്പും എല്ലാം കൂടെ ആയിട്ട്. ഇതിപ്പോൾ നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാലും കരിപ്പട്ടിയും. നമ്മൾ 3 സ്പൂണ് ഉലുവയെ എടുത്തിട്ടുള്ളൂ. പക്ഷേ ഇത് നമുക്കൊരു 5-8 പേർക്ക് കുടിക്കാനുള്ള ഉലുവ പിഴിഞ്ഞത് കിട്ടിയിട്ടുണ്ട്. കർക്കിടക മാസമാണ്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയാണേ.
വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാ സ്ത്രീകളും ഈ ഉലുവ പിഴിഞ്ഞത് അതല്ല എങ്കിൽ ഉലുവ വേവിച്ച് അതിന്റെ വെള്ളമെടുത്തിട്ട് തേങ്ങാപ്പാലും കരിപ്പട്ടിയും ചേർത്തിട്ടായാലും കുടിക്കണം. അത് നിർബന്ധമാണ്. നമുക്ക് നടുവേദന എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കുണ്ടാകത്തില്ല. അത് ഞങ്ങളുടെ അനുഭവമാണ്. നമ്മുടെ ഇളം ചൂടോടുകൂടി തന്നെ ചൂടോടെ ഇത് കുടിക്കണം കേട്ടോ. ഒന്ന് തണുക്കാൻ വേണ്ടി ഞാനൊന്ന് മാറ്റി വെച്ചതാ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഗ്ലാസ്സിലേക്ക് ഒന്ന് പകരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇച്ചിരി കയ്പൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും നമ്മുടെ ആ കരിപ്പട്ടിയുടെ മധുരവും പിന്നെ നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും കൂടെ ആകുമ്പോൾ ഉണ്ടല്ലോ സൂപ്പറാണേ. ആ കയ്പൊന്നും കണക്കാക്കണ്ട, ഒറ്റ വലിക്ക് അങ്ങോട്ട് കുടിക്കുക, രാത്രിയിൽ അങ്ങ് മാറി കിടക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ ഇഷ്ടം, അവരവരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ പകൽ കുടിക്കണമെന്നുള്ളവരാണെങ്കിൽ പകൽ കുടിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഈ കർക്കിടക മാസത്തിൽ നിർബന്ധമായിട്ടും എല്ലാവരും ചെയ്ത് കുടിക്കണം കേട്ടോ. എളുപ്പമല്ലേ. നമുക്ക് തേങ്ങാപ്പാലൊന്ന് പിഴിഞ്ഞെടുക്കണം, കരിപ്പട്ടി ഒന്ന് ഉരുക്കണം, നമ്മുടെ ഉലുവ ഒന്ന് വേവിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതാ നമ്മുടെ ഉലുവ പിഴിഞ്ഞത് അല്ലെങ്കിൽ ഉലുവ ഞെരടിയത്, അങ്ങനെ പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. കർക്കിടകത്തിൽ എല്ലാവരും ഇത് കുടിക്കുക. നമ്മൾ വർഷത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി. ഉലുവാട സംഭവമൊക്കെ നമുക്ക് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ. ഞങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, കർക്കിടക മാസത്തിലാണ്, പിന്നെ അതുപോലെ പ്രസവിച്ച് കിടക്കുന്ന സമയത്തും. ഒരൽപ്പം കയ്പൊക്കെ ഉണ്ട്, പക്ഷെ അതിനെ വെല്ലുന്ന മധുരവും തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും എല്ലാം ഉണ്ട്. ഇതൊരു മരുന്നാണ്. എല്ലാവരും ഇത് ചെയ്ത് ഈ കർക്കിടക മാസത്തിൽ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് പ്രയോജനപ്പെടുത്തുക. നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക, ഹൈപ്പും കൂടി ഒന്ന് ഞെക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.